ഹലോ, നമസ്കാരം. സച്ചിനാണ്. അപ്പോൾ നമ്മളിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാണാൻ പോവുകയാണ്. മറ്റാരുമല്ല, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് തന്നെയാണ്. ആൾക്കൊരു കുഞ്ഞ് അച്ചീവ്മെൻറ്റ് ഈ അടുത്ത് കിട്ടിയിരുന്നു. ആൾ ആക്ച്വലി യോഗ ചാമ്പ്യൻഷിപ്പിൽ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു ഇന്ത്യയുടെ. ഈ അടുത്ത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആയിട്ടുണ്ട് വിത്ത് ഗോൾഡ് മെഡൽ. അപ്പോൾ നമുക്ക് ആളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. ശരി. അപ്പോൾ തുളസി, നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? നന്നായി പോകണു അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഇന്റർനാഷണൽ ചാമ്പ്യനൊക്കെ ആയി അറിഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചിലപ്പോൾ പല കുട്ടികൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയാലോ. ഓക്കെ, അപ്പോൾ ആദ്യം തുളസിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട്. എൻ്റെ പേര് തുളസി. ഞാൻ NSS 10th പഠിക്കുകയാണ്. എൻ്റെ വീട് തൃശ്ശൂർ. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, അനിയനുണ്ട്. അച്ഛൻ ഗോൾഡ് വർക്കറാണ്, അമ്മ ഹൗസ് വൈഫ്. ചേച്ചി ഇപ്പം കോളേജിൽ അഗ്രികൾച്ചർ പഠിക്കുന്നു. അനിയൻ 5th പഠിക്കുന്നു. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്റ്റും കഴിഞ്ഞ്, സ്റ്റേറ്റും കഴിഞ്ഞ്, നാഷണലും കഴിഞ്ഞ് ഇന്റർനാഷണൽ ചാമ്പ്യനായി. അപ്പോൾ അതിൻ്റെ വിശേഷം അറിയാൻ ഞങ്ങൾ വന്നിട്ടുള്ളത്. തുടങ്ങാം നമുക്ക്. ശരി, എങ്ങനെ ഈ യോഗയിലേക്ക് എത്തിയേ? അത് ആക്ച്വലി ഞങ്ങള് സ്കൂളില് പഠിപ്പ് മാത്രമാകുമ്പം പിള്ളേർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ മെന്റലി ഇതാവുമല്ലോ. അപ്പം അത് കാരണം അതിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ CCA എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടുവന്നത്. സ്കൂളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതില് യോഗ ആദ്യം ചെറുപ്പത്തിൽ എന്ന് പറയുമ്പം അതില് 4 കാറ്റഗറി ആയിട്ടുണ്ടായിരുന്നു: യോഗ, എയറോബിക്സ്, ഡ്രോയിങ്, കരാട്ട. പിന്നെ കൊറോണയ്ക്ക് ശേഷം അത് എയറോബിക്സും യോഗയും മാത്രമാക്കി. ശരി. അപ്പോൾ സെലക്ട് ചെയ്തതാണോ യോഗ? അല്ല, ഞാൻ സെലക്ട് ചെയ്തത്. അച്ഛന്റെ അടുത്ത് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു യോഗയ്ക്ക് പോയാൽ മതി, എയറോബിക്സ് ഇതായിട്ട് തോന്നല്ല. അപ്പം യോഗയ്ക്ക് പോയി. അപ്പം യോഗ ടീച്ചർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കോമ്പറ്റീഷന്റെ കാര്യമൊക്കെ അറിഞ്ഞത്. ഓക്കെ, ശരി. പിന്നെ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യണ കോമ്പറ്റീഷൻ കഴിഞ്ഞ കൊല്ലം ഡിസ്ട്രിക്ട് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു? ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡിസ്ട്രിക്ട് ലെവലിൽ പോകുമ്പോ അത്ര ഇവർക്ക് അറിയില്ലല്ലോ എങ്ങനെയാന്ന്, ആദ്യമായിട്ട് പോവല്ലേ. പിന്നെ സപ്പോർട്ട്. സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് യോഗ ചാമ്പ്യൻഷിപ്പിന് പോണെന്ന്? ഓക്കെ, അപ്പൊ ആദ്യത്തെ NSS സ്കൂളിന്റെ ചാമ്പ്യൻ ആണല്ലേ? ശരി, ആയിക്കോട്ടെ. പിന്നെയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു മൂവ് ചെയ്തത്? പിന്നുള്ളതെന്ന് പറയുമ്പോ ഡിസ്ട്രിക്ട് കഴിഞ്ഞു, സ്റ്റേറ്റ് മലപ്പുറത്ത് വെച്ചായിരുന്നു. ഡിസ്ട്രിക്റ്റില് ചാമ്പ്യൻ ആയിരുന്നു അല്ലേ? ഡിസ്ട്രിക്റ്റിൽ എനിക്ക് 6th റാങ്കില് കിട്ടി. പിന്നെ സ്റ്റേറ്റ് പോയപ്പം അവിടെ 5th റാങ്ക്. അത് ശരി. പിന്നെ നാഷണലിലേക്ക് കടന്നപ്പോഴാണ് ഫസ്റ്റ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് മലപ്പുറത്ത് അല്ലേ? ഓക്കെ, പിന്നെ അവിടെ നിന്ന് എൻട്രി എങ്ങനെയായിരുന്നു? എങ്ങനെയാ അറിഞ്ഞ നമുക്ക് നാഷണലിൽ പങ്കെടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്? മിസ് വിളിച്ചു പറഞ്ഞു. അതെ, ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ചെയ്ത് കഴിഞ്ഞതും റിസൾട്ട് അറിയാൻ നിന്നില്ല. അപ്പോഴേക്കും നല്ല പ്രതീക്ഷയായിരുന്നു. അതെ, ശരി. ഓക്കെ, പ്രത്യേകിച്ച് പ്രതീക്ഷ ഒന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ മിസ് വിളിച്ച് പറയാ ചെയ്തത്. അപ്പൊ എന്തായിരുന്നു അവസ്ഥ? മിസ് വിളിച്ചു പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മിസ്സിനെ വിശ്വസിച്ചില്ല അല്ലേ? ശരി, ഓക്കെ. എന്നിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ടീച്ചർ തന്നെയാണോ അതോ വീട്ടില് പ്രാക്ടീസ് ഒക്കെ ഉണ്ടോ? ടീച്ചറാണ് ഗൈഡ് ചെയ്തത്. ഓൺലൈനില് ക്ലാസ് വെച്ചു. പിന്നെ സ്കൂളില് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇടയ്ക്ക്. എത്ര പേരാ പങ്കെടുത്തിരുന്നേ? ഞങ്ങള് ഡിസ്ട്രിക്റ്റിന് മുമ്പ് ഒരു 10 പേരുണ്ടായിരുന്നു. എനിക്കും പിന്നെ എന്റെ കൂടെ കുട്ടിക്ക് മാത്രമേ സെലക്ഷൻ കിട്ടിയുള്ളൂ സ്റ്റേറ്റിലേക്ക്. പിന്നെ ഞങ്ങൾ ഇന്റർനാഷണൽ വരെ എത്തി. അടിപൊളി. പെട്ടെന്ന് ഇന്റർനാഷണൽ ആയല്ലോ. നമ്മള് നാഷണൽ കഥ പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ശരി, പ്രാക്ടീസ് ഒക്കെ അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലായിട്ടുണ്ടായിരുന്നു? ഓക്കെ, മിസ് ഫുൾ ടൈം കൂടി ഉണ്ടായിരുന്നു? കോമ്പറ്റീഷന് വന്നിട്ടുണ്ടായിരുന്നില്ല, സ്റ്റേറ്റ് വരെ മിസ് വന്നുള്ളൂ. അത് ശരി, ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ യോഗ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച്? ശരിക്കും അങ്ങനെ ആവശ്യമില്ല, ഹെൽത്തി ആയിട്ടുള്ളവർക്ക് ആവശ്യമില്ല. പക്ഷെ എന്റെ അടുത്തും അവന്റെ അടുത്തും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ, പെട്ടെന്ന് ഇങ്ങനെ പോവാണല്ലോ. അപ്പം സെലക്ഷൻ കിട്ടിയത് പെട്ടെന്നാണ് അറിഞ്ഞത്. അപ്പം ഡയറ്റ് ചെയ്ത് ബോഡി ഒന്ന് സെറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ ഇങ്ങനെ ഡെയിലി രാവിലെ ആണോ വൈകിട്ടാണോ യോഗ പ്രാക്ടീസ് ചെയ്യുക? എങ്ങനെയാണ്? മോർണിംഗ് ഓൺലൈനിൽ വെക്കാറുണ്ട് മിസ് ആദ്യം. പിന്നെ ഞാൻ കൂടുതലും വൈകുന്നേരം ചെയ്യാം, കാരണം മോർണിംഗ് ടൈം കിട്ടാറില്ല. വൈകുന്നേരം. ശരി, പിന്നെ കോമ്പറ്റീഷൻ എങ്ങനെയായിരുന്നു അവിടെ? കോമ്പറ്റീറ്റേഴ്സ് കുട്ടികള്
നല്ല ചെയ്യും. എല്ലാവരും അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല കിട്ടുന്ന്, Okay. പക്ഷെ അവരുടെയിലും ചെറിയ കുറവുകൾ ഉണ്ടായിരിക്കും. അത് ഉം. ജഡ്ജസിന് മാത്രം മനസ്സിലാവുള്ളൂ. അത് ശരി. നമുക്ക് അവിടെ കണ്ടാൽ പ്രതീക്ഷിച്ചില്ലേ? തോന്നും അവർക്ക് കിട്ടും, അവരായിരിക്കും ഫസ്റ്റ്. ഓക്കെ. ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു ഇപ്പോ. അതെ. ശരി. ഇപ്പൊ അവിടെ എങ്ങനെയാ നമുക്ക് കോമ്പറ്റീഷൻ എങ്ങനെയാണ് നമ്മള് ജഡ്ജ് ചെയ്യണത്? ജഡ്ജ് ചെയ്യുന്നതെന്ന് പറയുമ്പം ഓൾറെഡി അവര് ഒരു സിലബസ് തന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള 5 വെച്ച് ചെയ്യാം. ഓക്കെ. അപ്പം അതിലവര് ഓരോ സ്ഥലത്തും പെർഫെക്ഷൻ നോക്കും. ഒരു ചെറിയ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിന്റ് ഇങ്ങനെ കുറയ്ക്കും ഓരോരുത്തരായിട്ട്. ഓക്കെ. അപ്പം അഡ്വാൻസ്ഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആണെന്നുള്ളൂ. അഡ്വാൻസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിലുള്ള ബിഗിനേഴ്സിന് ചെയ്യുന്നതോ അല്ല കാര്യം, പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് അങ്ങനെ നാഷണൽ ആയത്. പിന്നെ ഇന്റർനാഷണലിലേക്കുള്ള സ്റ്റെപ്പ് എങ്ങനെയായിരുന്നു? അത് എവിടുന്ന് അറിഞ്ഞേ? അത് ഞാൻ നാഷണല് കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ട് ഞങ്ങള് ഡൽഹിയിലായിരുന്നല്ലോ. അപ്പം അവിടെ പോയ സ്ഥിതിക്ക് കറങ്ങാന്ന് വിചാരിച്ച അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതെ. എന്നിട്ട് ഞങ്ങള് അപ്പോഴാണ് മിസ് വിളിച്ചത്. മിസ് വിളിച്ചപ്പോ പറഞ്ഞു, കാരണം സ്റ്റേറ്റ് വരെ 5th ആണല്ലോ കിട്ടിയത്. നാഷണലിന്റെ കാര്യം പറയാൻ വിളിച്ചപ്പോ 1st ആന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ എന്നിട്ട് മിസ്സിനോട് പറഞ്ഞു, മിസ് കളിയാക്കല്ലേ, വെറുതെ പറയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ, അല്ല കാര്യമായിട്ട് കിട്ടി, എന്നിട്ട് നിനക്ക് 1st അവന് 2nd ഉണ്ട്, ഇനി ഇന്റർനാഷണലിൽ പോണം. സെക്കൻഡ്. ഇത് കാറ്റഗറി വൈസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏജ് ഗ്രൂപ്പ് ബോയ്സും ഗേൾസും വേറെ ഉണ്ട്, ഏജ് ഗ്രൂപ്പും വേറെ ഉണ്ട്. അപ്പം എന്താ ഞങ്ങള് പോയവരിൽ തന്നെ കുറെ പേർക്ക് 1st കുറെ പേർക്ക് 2nd ഉണ്ട്. അത് കാറ്റഗറി വൈസ് ആയിട്ടാണ്. ബോയ്സും ഗേൾസും വേറെ വേറെ ആയിരുന്നു. ഓൾസോ പിന്നെ ഏജ് വൈസ് കാറ്റഗറി ആയിരുന്നു. ഇപ്പം 2008 to 2009 അങ്ങനെ ഒരു കാറ്റഗറി, പിന്നെ അടുത്തത് ഒരു കാറ്റഗറി, അങ്ങനെയായിരുന്നു. ശരി. അപ്പൊ ഈ നാഷണൽ ചാമ്പ്യൻഷിപ്പ് എല്ലാ കൊല്ലം നടക്കാറുണ്ടോ ശരിക്കും? തുടങ്ങിയിട്ട് അധികം കൊല്ലായിട്ടില്ല, 2-3 വർഷമായിട്ടുള്ളൂ. അതുകൊണ്ട് കോമ്പറ്റീറ്റേഴ്സ് കുറവാണ്, അധികം ആൾക്കാരില്ല. നാഷണൽ എത്ര പേരുണ്ടായിരുന്നു കോമ്പറ്റീറ്റേഴ്സ്? നാഷണല് പോകുമ്പോ ഒരു 50 പേരങ്ങളുണ്ട്. അല്ല, സാധാരണ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോ കുറെ ഉണ്ടാവുമല്ലോ. നാഷണൽ എന്നൊക്കെ പറയുമ്പോ സ്വാഭാവികമായിട്ടുണ്ടാവണം. ശരി. അപ്പൊ നമ്മള് നാഷണലില് വിൻ ചെയ്ത കാര്യം അറിഞ്ഞു, ഫസ്റ്റ് ആയി അറിഞ്ഞു. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അമ്മേനെ അറിയിച്ചില്ല, അച്ഛൻ പിന്നെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അച്ഛനാണ് അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ കൂടെ വന്നത്? ഡൽഹി നാഷണലില് കൂടെ വന്നത് അച്ഛനായിരുന്നു. പിന്നെ അമ്മേനെ അങ്ങനെ അറിയിച്ചില്ല. വൈകുന്നേരം റൂമിൽ വന്നിട്ടാ പറഞ്ഞേ. ശരിക്കും ഞാൻ വിചാരിച്ചത് പറയണ്ട, കിട്ടിയില്ല എന്നുള്ള രീതിയിൽ ഇവിടെ വന്നിട്ട് പറയാന്ന് വിചാരിച്ചു. അതെ, പറ്റിക്കാൻ. പക്ഷെ അച്ഛൻ വിളിച്ച് പറഞ്ഞു. പിന്നെ ഓക്കെ, എന്നിട്ടാ പിന്നെ സപ്പോർട്ടൊക്കെ ആയിരുന്നു അത്യാവശ്യം. പിന്നെ ചേച്ചിയും പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ശരി. അപ്പൊ നാഷണൽ കഴിഞ്ഞിട്ട് കറങ്ങിയിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. ശരി. അപ്പൊ സപ്പോർട്ടൊക്കെ അച്ഛൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്റർനാഷണൽ കിടന്നാലേ നമുക്ക് എവിടെ വെച്ചിട്ടായിരുന്നു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ? ഇന്റർനാഷണൽ നേപ്പാളിൽ വെച്ചിട്ട്. അവിടെ എങ്ങനെ ചുറ്റി കറങ്ങാൻ പറ്റിയ? അത്യാവശ്യം, പക്ഷെ നല്ല വയ്യായി എല്ലാതും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിയാ. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷന് പങ്കെടുക്കാൻ പോകുന്നതും അച്ചീവ് ചെയ്ത് വരുന്നതും നമുക്കറിയാം. അതിന്റെ പിന്നിലുള്ള സ്ട്രഗിൾസ് ആർക്കറിയില്ല. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിന്റെ കൂടി കാര്യം പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. എങ്ങനെയായിരുന്നു അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ? ടൈറ്റ് ആയിരുന്നോ? നാഷണൽ പോലെ തന്നെയായിരുന്നു. 50 പേര് തന്നെ ഏകദേശം. ശരി. ഇപ്പൊ എത്ര കൺട്രീസിന് വന്നിട്ടുണ്ടായിരുന്നു? അതൊക്കെ അറിയില്ല. തമിഴ്നാട്, കർണാടക, അവിടെ നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പോയത്. അതെ, പക്ഷെ എനിക്ക് ആൾക്കാര് എവിടെന്നാന്ന് അറിയില്ല. ഓക്കെ, ഫൈൻ. അപ്പൊ അതിൽ നിന്നും 50 പേരിൽ നിന്നും ചാമ്പ്യനായി മാറിയില്ലേ? കൺഗ്രാറ്റുലേഷൻസ്. ശരി. അപ്പൊ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നാലോ? അതായത് ഇപ്പൊ നമ്മള് ഡിസ്ട്രിക്ട് ലെവലിലും അതുപോലെ സ്റ്റേറ്റും നാഷണലും ഇന്റർനാഷണലും നമ്മൾ കഴിഞ്ഞു വന്നു. അപ്പൊ അതിന്റെ മുന്നിലുള്ള കുറെ സ്ട്രഗിൾസ് ഉണ്ട്. ഇപ്പൊ നോർമലി നമ്മുടെ നാട്ടിൽ പറയും പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കുറവാണ്, അതല്ലെങ്കിൽ ഇതുപോലത്തെ കോമ്പറ്റീഷൻ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയുമ്പോ ഞാൻ ഹോപ്പ് ഉണ്ടായിട്ട് പോയതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയി. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ എന്നാ പോയേക്കാം, വെറുതെ ഇരിക്കാണല്ലോ. അപ്പൊ എന്തായാലും യോഗ പഠിക്കുന്നുണ്ട്,
കോമ്പറ്റീഷനും കൂടെ പോയൊക്കെ ഒരു Experience എക്സ്പീരിയൻസ് ആലോ വെച്ചിട്ട് പോയി. ഉം. ആൻഡ് അവിടെ പോയപ്പം എന്നെക്കാട്ടി നന്നായി ചെയ്യുന്നവര് എന്റെ കൂടെ വന്നവരിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, സ്കൂളിൽ പക്ഷെ തന്നെ. സ്കൂളിൽ തന്നെ ശരി. എന്റെ ക്ലാസ്സിൽ എന്റെ ഫ്രണ്ട്സ് തന്നെ നന്നായി ചെയ്യും, അത് എന്നെക്കാട്ടും ശരി. ചെയ്യായിരുന്നു അവര്. ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചത് ഒന്നില്ലെങ്കിൽ അവർക്കായിരിക്കെങ്കിലും ഒരാൾക്ക് കിട്ടുന്നു, ഉം. കാരണം അവരത്രയും അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ പിന്നെ ആൾക്കാരാണ്. പെർഫെക്ഷന്റെ കൂടെ നമുക്കൊരു ലക്ക് ഫാക്ടറും കൂടി ഉണ്ടല്ലോ അല്ലേ? അതെ. അപ്പം ഞാൻ അവർക്ക് കിട്ടുമെന്ന് വിചാരിച്ചേ. ഉം. അവിടെ പോയി കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിള്ളേരെ ചെയ്യണണ്ടപ്പം ശരിക്കും ഞെട്ടിപ്പോയി. സത്യം. പിന്നെ എങ്ങനെ ഒപ്പിച്ചു? അതെനിക്കറിയില്ല. ഇല്ല. പിന്നെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് കിട്ടുന്ന ഞാൻ വിചാരിച്ചേ, ഉം. പക്ഷെ അവർക്കും ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് മിസ് ഉം. പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത്. ഓക്കെ. ജഡ്ജസ് നോട്ട് ചെയ്യണ ഓരോ ഭാഗം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചെക്കിങ് കണ്ടപ്പോഴാണ് ഇവിടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ എന്ന് എനിക്ക് അപ്പൊ നമുക്ക് മനസ്സിലായത്. സമയം കിട്ടിയില്ലേ? എനിക്ക് prepare കുറച്ചുകൂടെ ചെയ്യാൻ സമയം കിട്ടി എവിടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഉം. അപ്പം എന്താ അവർക്ക് കിട്ടുന്ന വിചാരിച്ചേ, പക്ഷെ അവർക്കും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം അവർക്ക് കിട്ടിയില്ല. പിന്നെ റിസൾട്ട് അനൗൺസ് നമ്മള് പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങള് സ്കൂൾ കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നോ? സ്കൂളില് ഉണ്ടായിരുന്നു. സ്കൂളിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും Serious ആയിരുന്നില്ല. സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. Okay. ജസ്റ്റ് ഒരു കോമ്പറ്റീഷൻ ഒന്ന് അറിയാൻ വേണ്ടി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാ കിട്ടുമോന്ന് അറിയില്ല, പക്ഷെ എന്നാലും നിങ്ങൾ പോവുക, നല്ലൊരു എക്സ്പീരിയൻസ് Okay. ആവും, ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ഉം. പിന്നെ പോയപ്പോ കിട്ടിയല്ലോ. പോയപ്പോ കിട്ടിയില്ല. ശരി. അപ്പൊ അവിടെ നിന്ന് നമുക്ക് 6th കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? ജില്ലയിൽ നിന്ന് 6th കിട്ടി, സ്റ്റേറ്റിൽ 5th കിട്ടി. സ്റ്റേറ്റില് മലപ്പുറത്തല്ലായിരുന്നേ? അപ്പോ നമുക്കൊരു ജേണി ഉണ്ട്, ചിലപ്പോൾ സ്റ്റേ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പൊ അതിനുള്ള സ്ട്രഗിൾസ് ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഓവർകം ചെയ്തത്? സ്റ്റേ ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഞങ്ങളിവിടെ നിന്ന് വൺ ഡേ ആയിരുന്നു. സ്റ്റേറ്റ് ഞങ്ങളിവിടെ നിന്ന് 7 മണിക്ക് അങ്ങോട്ട് ഇറങ്ങി. അവിടെ ഒരു 9:30 ആകുമ്പോഴേക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പം അങ്ങനെ വൺ ഡേ തന്നെ ആയിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങള് ബസ്സിലാ പോയെ. സ്കൂൾ ബസ്സാണോ അതോ നോർമൽ? അല്ല, ഞങ്ങള് ലൈൻ ബസ്സിലാ പോയെ. പിന്നെ കുറച്ച് സീരിയസ് ആയിട്ടുണ്ടാവില്ലേ പ്രാക്ടീസുകളൊക്കെ? അത്യാവശ്യം ഞങ്ങളെ രണ്ടുപേർക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് പ്രാക്ടീസ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ സ്റ്റേറ്റ് ഒന്നും അത്ര സ്ട്രഗിൾ ആയിട്ട് തോന്നിയില്ല. കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, എന്നാലും പ്രത്യേകിച്ച് സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രെസ്സും സ്ട്രഗിൾ ആയിട്ടും തോന്നിയില്ല. ശരി. അവിടെ നമ്മൾ വിവരം അറിഞ്ഞതിന് ശേഷം നാഷണലിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ തൊട്ടുള്ളത് പിന്നെ പ്രാക്ടീസ് അങ്ങോട്ട് മുറുകി. അതെ, ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ചെയ്യാൻ കൂടുതലും ശ്രമിച്ചു. കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആയി, പക്ഷെ എന്നാലും അധികം ഒന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ, പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അധികം ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നാഷണൽ ന്യൂഡൽഹി അല്ലായിരുന്നു? അപ്പൊ വീട്ടിലെങ്ങനെ ആദ്യം സമ്മതിച്ചാ ന്യൂഡൽഹി എന്നൊക്കെ പറഞ്ഞപ്പോ? സമ്മതിച്ചില്ല. എന്റെ ചോദിച്ചു കിട്ടുമോന്ന് ഉറപ്പുണ്ടോന്ന് ചോദിച്ചു. അറിയാൻ പാടില്ല, കാരണം നാഷണൽ എന്ന് പറയുമ്പോ പല സ്ഥലത്തുനിന്നും പിള്ളേര് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എനിക്കറിയില്ല. ഇത് അതായത് ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതും കിട്ടി. അപ്പം ഇതും എക്സ്പെക്ട് ഇല്ല, മേ ബി കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഇതിലായിരുന്നു. അപ്പം ആദ്യം ഞാൻ പറഞ്ഞു പോവണ്ട, കിട്ടില്ല, വെറുതെ എന്തിനാ കാശ് ചെലവാക്കി. ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞേ, കാരണം ഒന്നാമത് ഇത്രയും ദൂരല്ലേ. പിന്നെ വിചാരിച്ചു. പിന്നെ മിസ് പറഞ്ഞു എന്തായാലും കിട്ടിയതല്ലേ പൊക്കോന്ന് പറഞ്ഞു. ഇല്ല, മിസ് വന്നില്ല. ശരി. അപ്പൊ എങ്ങനെയാ പോയത്? അച്ഛന്റെ കൂടെ മാത്രമാണ് പോയത്? അച്ഛൻ മാത്രം. കൂടെ കുട്ടികൾ വേറെ ആരെങ്കിലും ഇല്ല. അവര് ശരിക്കും ബാക്കിയുള്ളവരെന്ന് പറയുമ്പം ഒരു പാക്കേജ് എടുത്തിട്ടാ പോയെ ട്രെയിനിന്ന്. അവിടെ തന്നെ അവര് കറങ്ങാൻ പോകും ടീമായിട്ട്. പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെ പോയില്ല, ഞങ്ങള് സെപ്പറേറ്റ് പോയി. അപ്പൊ അമ്മേനെ അച്ഛനൊക്കെ സമ്മതിപ്പിച്ചിട്ടാണോ പോയത്? ആരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, അച്ഛനാണോ അമ്മയാണോ? അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും സപ്പോർട്ട് ചെയ്തു. ശരി. ഓക്കെ. അപ്പൊ ചേച്ചിയും അനിയനൊക്കെ ഉള്ളതല്ലേ, അവരുടെ എക്സ്പ്രഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? അവരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? രണ്ടുപേർക്കും പ്രത്യേകിച്ച് വികാരമൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മള് പ്രതീക്ഷിക്കാത്തതാണല്ലോ. അല്ല, അവര് സന്തോഷമായിണ്ടാവും, പക്ഷെ എന്നാലും മുഖത്തങ്ങനെ തെളിഞ്ഞില്ലേ? ശരി. അപ്പൊ അവിടെ നിന്ന് ഇന്റർനാഷണൽ പേര് അറിഞ്ഞല്ലോ, അപ്പൊ എന്തായിരുന്നു വീട്ടിലത്തെ അവസ്ഥ? അത് ശരിക്കും വിളിച്ചു പറയുമ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല, അച്ഛനാ വിളിച്ചു പറഞ്ഞു. അപ്പൊ എനിക്കറിയില്ല എന്തായിരുന്നു അവസ്ഥ. അപ്പൊ ഈ ഇന്റർനാഷണൽ ആകുമ്പോഴും
ഒന്ന് നേപ്പാളിലായിരുന്നു. ആ. അപ്പൊ അവിടെ വരെയുള്ള ട്രാവലിംഗ് ഉണ്ട്. അല്ല, ഒരുപാട് ദിവസം ഉണ്ടായിരുന്നുണ്ടായിരിക്കും. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു ഒരാഴ്ച ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 11 ദിവസം അങ്ങോട്ട് എടുത്തു. ട്രാവലിംഗ് അപ്പൊ എത്ര ദിവസം എടുത്തു? ട്രാവലിംഗ് അങ്ങോട്ട് 3 ദിവസം, 3 നേപ്പാളിൽ ദിവസം. എത്താൻ 3 ദിവസമായി. 3 ദിവസം എടുത്തു. അപ്പൊ ഡയറക്റ്റ് നേപ്പാളാണോ അതോ അല്ല, ഞങ്ങള് ഇവിടുന്ന് ഡൽഹിക്ക് പോയി. അത് ബൈ 2 ദിവസം. ട്രെയിനാണോ? ആ, ട്രെയിനില്. ഓക്കെ. ഞങ്ങൾ അവരുടെ കൂടെ ടീമായിട്ട് പോയ. ഇപ്രാവശ്യം ടീമായി പോയി. ആ, ടീമായിട്ട് പോയി. ശരി. ഡൽഹിക്ക് 2 ദിവസം എടുത്തു. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ഗോരഖ്പൂരിലേക്ക് 1 ദിവസം ട്രെയിനിൽ പോയി. ട്രെയിനിൽ തന്നെ. പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ബസ്സില് നേപ്പാളിലേക്ക്. പറയുമ്പോ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? പോണ വഴി എന്തൊക്കെ അസുഖങ്ങളുണ്ടോ അതൊക്കെ കിട്ടി. കിട്ടാത്ത ഒന്നുമില്ല. ഇനി സന്തോഷമായി ഉണ്ടാവില്ലേ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, കോമ്പറ്റീഷന്റെ അന്ന് തുളസി വയ്യാണ്ട് കിടക്കായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കോമ്പറ്റീഷന് കയറുന്നതിന് മുന്നേ 5-6 ഗുളിക തിന്നിട്ടാണ് കയറിയത്. ശരി. അത്രയ്ക്ക് വയ്യാതിരുന്നു. പക്ഷെ എന്നിട്ടും അതിൽ നമ്മൾ ചാമ്പ്യൻ ആയല്ലോ. അതെങ്ങനെ സാധിച്ചു? അറിയില്ല. ശരി. പ്രാക്ടീസ് കൊണ്ടായിരുന്നോ അല്ലെങ്കിൽ ലക്ക് ഫാക്ടർ ആയിരുന്നോ അതോ കമ്മിറ്റ്മെന്റ് ആയിരുന്നോ? ചില സാഹചര്യങ്ങളിലേ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ശരീരം വയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ മെന്റൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നു പറയാറുണ്ട്. അങ്ങനെയാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതൊക്കെ ഉണ്ടാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് തലേ ദിവസം എനിക്ക് പനി വന്നേ. അങ്ങനെയല്ല, അവിടെ എത്തി ഞങ്ങളൊരു 4-ാം തീയതി അങ്ങനെ എപ്പോഴാണ് എത്തിയത്, 4-5 ആയിട്ട്. ആൻഡ് അന്ന് അതിന്റെ അടുത്ത ദിവസം കോമ്പറ്റീഷൻ വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോ വന്നവർക്ക് ഓരോരുത്തർക്കും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട്, ചിലവർക്ക് ട്രാവലിംഗിന്റെ ആണ്, ചിലർക്ക് ഛർദി വരുന്ന പ്രശ്നം, അങ്ങനെയൊക്കെ കുറെ പേർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ദിവസം വെക്കണ്ട, 2 ദിവസം അവര് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മാറ്റി വെച്ചു. കുറെ പേർക്ക് വയ്യാണ്ടായില്ലോ, അപ്പൊ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ പക്ഷെ എനിക്ക് അപ്പൊ കുഴപ്പമുണ്ടായിരുന്നു. എനിക്ക് അപ്പൊ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല. കറക്റ്റ് അതിന്റെ തലേ ദിവസം പനി വന്ന്. അവിടെ എത്തുമ്പോഴേക്ക് ഫുഡൊക്കെ മാറിയല്ലോ, അവരുടെ രീതിയിലാവല്ലോ ഫുഡ്. അപ്പൊ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഡയറ്റ് ഒന്നും നോക്കാൻ പറ്റിയില്ല. അവര് അവിടെ കിട്ടുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. പലരും പറയാറുണ്ട്, ഇപ്പോ എസ്പെഷ്യലി യോഗ ഒക്കെ ആവുമ്പോ നമ്മള് ഫിസിക്കൽ ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, ഡയറ്റ് ഒക്കെ ഉണ്ട്, ബ്രീതിങ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മളൊരു മെന്റൽ പവറിലാണ് മുന്നോട്ട് പോയത്. അങ്ങനെ അവിടെ നമ്മൾ ചാമ്പ്യൻ ആയിട്ട് തിരിച്ചു വന്നു. റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്ന? അത് എന്നിട്ടാ മറ്റേ ഏതോ ശ്രീരാമകൃഷ്ണ സ്കൂളില്, ആ സ്കൂളുകാരാണ് അറേഞ്ച് ചെയ്തത്. അതന്നെ. അപ്പം അവരുടെ ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തതാണ് ഇത്. പിന്നെ എന്റെ ഫാമിലിന്ന് എന്റെ വല്യച്ഛൻ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. അപ്പോ നമ്മൾ ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയിട്ട് വന്നിറങ്ങുമ്പോ ഇവരെല്ലാം സ്വീകരിക്കാൻ നിൽക്കുമ്പോ നമുക്ക് എന്താ തോന്നി? എനിക്കെന്താ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചത്തുകുത്തിട്ട് നിൽക്കായിരുന്നു. ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നേരെ ഹോസ്പിറ്റലിൽ പോയാലോന്നാ ശരിക്കും വിചാരിച്ചു. അത്രയ്ക്ക് വയ്യായിരുന്നു. പക്ഷെ സ്വീകരണം കിട്ടിയപ്പോ നമ്മളൊന്ന് പോസിറ്റീവായി ഉണ്ടാവില്ല, കുറച്ചൊരു എനർജി കിട്ടിയില്ലേ? ഓക്കെ. നമുക്കൊരു പ്രൗഡ് മൂവ്മെന്റ് ഒക്കെ തോന്നിയില്ലേ നമ്മൾ ഇന്റർനാഷണൽ ചാമ്പ്യൻ ഒക്കെ ആയിട്ട് വന്നപ്പോ? അപ്പൊ അതുവരെയുള്ള സ്ട്രഗിൾസും അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു മൊമെന്റിൽ നമ്മൾ മറക്കൂലേ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലൊക്കെ വന്നപ്പോ? എങ്ങനെയുണ്ടായിരുന്നു? സ്കൂള് തുറക്കണ ദിവസം സ്വീകരണം ഉണ്ടായിരുന്നു. സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു. വൻ സംഭവമായില്ലേ അപ്പൊ? പിന്നെ അപ്പൊ നമുക്ക് അതിനുശേഷം വന്നിട്ടുള്ള മാറ്റങ്ങള് ലൈഫില്? ഇമ്മ്യൂണിറ്റി കുറച്ച് ഇമ്പ്രൂവ് ആയ പോലെ. കാരണം ആദ്യമൊക്കെ എന്ന് പറയുമ്പം അസുഖങ്ങൾ അടുത്ത് കൂടെ പോയ അപ്പം വരും. ഇപ്പം അങ്ങനെ അത്ര ഇല്ല, പ്രശ്നമില്ല. അപ്പൊ നമ്മളെ യോഗ ഇമ്മ്യൂണിറ്റിക്ക് നല്ലതാണെന്നുള്ളത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ശരി. പിന്നെയോ? പിന്നെ ഉറക്കമില്ലാത്തുള്ള പിള്ളേരുണ്ടാവല്ലോ, ഉറക്കം നല്ല സുഖമായിട്ട് കിട്ടും. നല്ല സ്ലീപ്പ് കിട്ടുന്നുണ്ട്, ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല എന്താ പറയാ പഠിക്കാൻ നല്ല കോൺസെൻട്രേഷൻ കിട്ടും. ഓക്കെ. അപ്പൊ മുൻപത്തെ അപേക്ഷിച്ചപ്പോ ഇത്തിരി കൂടി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ശരി. പിന്നെ നമ്മൾ എക്സൈറ്റ്മെന്റിലേക്ക് വന്നില്ലേ? അതായത് കുട്ടികൾ നമ്മളെ കാണുമ്പോഴും ടീച്ചേഴ്സ് കാണുമ്പോഴും ഇല്ലേ, ഫാമിലി മെമ്പേഴ്സ് നമ്മളെ പിന്നീട് കാണുമ്പോഴും ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു ചോദിക്കണേ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, സ്കൂളിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടില്ലേ? ശരി.
ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഞാൻ ഇത്ര വലിയ ഫ്ലെക്സ് ഒക്കെ കണ്ടായിരുന്നു. സ്കൂളിൽ അത്ര ഫ്ലെക്സും. പിന്നെ ഫാമിലിയില് സപ്പോർട്ട് നല്ല അല്ല നമ്മളിപ്പോ ഇങ്ങനെ യോഗ ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുള്ളത് ഫാമിലി മെമ്പേഴ്സിന് അറിയാൻ വഴിയില്ലല്ലോ, ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിലും. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, പെട്ടെന്നൊരു നമ്മളൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവർ നമ്മളോട് പെരുമാറുന്ന രീതിയോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന എന്തെങ്കിലുമൊക്കെ കൂടുതലുണ്ടോന്ന് ചോദിക്കണേ. അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോ മാത്രം സ്നേഹം കാണിക്കുക, അത് ശരിയല്ലല്ലോ. അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ എന്താന്ന് വെച്ചാല് ഞാൻ ചോദിച്ചത് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. അതായത് നമ്മളൊരു ഇന്റർനാഷണൽ ചാമ്പ്യൻ എന്ന് പറയുമ്പോൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് നമ്മൾ ഗോൾഡ് മേടിച്ച് ചാമ്പ്യൻ ആയിട്ട് വരുമ്പോൾ ഒബ്വിയസ്ലി ബാക്കിയുള്ളവർക്കും ഒരു പ്രൗഡ് മൂവ്മെന്റ് ആയിരിക്കും. നമ്മുടെ കുട്ടി ഇങ്ങനെ ഇന്റർനാഷണൽ ചാമ്പ്യനൊക്കെ ആയിട്ട് വരുന്നതാണല്ലോ. അപ്പൊ ഒരു ചേഞ്ച് നോർമലി ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ഉണ്ടല്ലേ, ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ നമുക്ക് ഫാമിലിയിലേക്ക് കിടക്കാം. ഫാമിലിയുടെ സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും അച്ഛനോട് അമ്മോടൊന്നും ചോദിക്കണം അല്ലേ? കാരണം ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നോർമലി ഇപ്പോൾ യോഗ എന്നല്ല, അത്ലറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഗെയിംസ് ആണെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് മുന്നോട്ട് വരാൻ ഇപ്പോൾ ചാൻസസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ അവർ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഫാമിലി സപ്പോർട്ടായിരിക്കാം, ഫിനാൻഷ്യൽ ആയിരിക്കാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫാമിലിയോട് സംസാരിക്കണം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു. കൺഗ്രാജുലേഷൻസ് ആദ്യം പറഞ്ഞതായിരുന്നു. അപ്പോൾ നമസ്കാരം. സുരേഷ് ഏട്ടൻ നിർമ്മലേച്ചല്ലേ, തുളസിയുടെ പേരൻസ്. അപ്പോൾ തുളസി ഒരു ഡിസ്ട്രിക്റ്റിൽ നിന്ന് തുടങ്ങി സ്റ്റേറ്റ്, നാഷണൽ, ഇൻ്റർനാഷണൽ ചാമ്പ്യൻ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഏജിൽ, തുളസി ഇപ്പോൾ 10th അല്ലേ, അപ്പോൾ ഈ ഒരു ഏജിൽ പാരൻസിൻ്റെ സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ഒട്ടും പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ പിന്നിൽ നിങ്ങളെടുത്ത എഫേർട്ടും കൂടിയും മറ്റുള്ളവർ അറിഞ്ഞാൽ ചില മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയാലോ. അപ്പോൾ നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങണ്ടേ? സ്റ്റേറ്റിൽ പോയതൊന്നും ഞങ്ങൾ അത്ര അറിഞ്ഞില്ല. കാരണം അത് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചർ കൊണ്ടുപോയി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കൊണ്ടു. അത് തുളസി ഓൾറെഡി പറഞ്ഞു പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളൊരു. പിന്നെ ഇന്റർനാഷണൽ പോണ സമയത്ത് അവര് ട്രെയിനിലാ പോണു, സാധാ സ്ലീപ്പറിലാ പോണെന്ന് പറഞ്ഞു. നാഷണൽ അല്ലേ, ഡൽഹിയിലേക്ക്. അപ്പോ ഞാൻ പറഞ്ഞു എന്താണ് ഞങ്ങള് വരാം, അവിടെ ഡൽഹിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റിൽ പോകണ്ടായിരുന്നു. ഓക്കെ, ഫ്ലൈറ്റ് പോകാൻ. അപ്പോ പോകുമ്പോ പറഞ്ഞു എന്താണ്, അവളോട് ചോദിച്ചു എന്താ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ശരി. അപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. ശരി, നീ ശ്രമിച്ചു നോക്ക്, കിട്ടട്ടെ, നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞല്ലേ. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോ അതും പോണ വഴിക്കാണ് ചോദിച്ചതും പറഞ്ഞതൊക്കെ. അത് ശരി. പിന്നെ അങ്ങനെ പോയി, അവിടെ പോയിട്ട് എന്താണ് അവിടെ എത്തിയിട്ട് ഒരു കാലത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്തു, വാമപ്പൊക്കെ ആയി. ഇത് തുടങ്ങിയിട്ട് ഞങ്ങള് കോമ്പറ്റീഷൻ കഴിഞ്ഞപ്പോ ഞങ്ങള് അവിടുന്ന് വിട്ടു. പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷ അതൊന്നും നമ്മള് അതിനെ പറ്റി ഒന്നും വിചാരിച്ചില്ല, എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഞാൻ അവര് കൂടെ അല്ലാതെ പോയായിരുന്നു. കാരണം ഞങ്ങള് റൂമിലേക്ക് ഞങ്ങളുടെ കൂടെ ഉള്ള ആള് അന്ന് തന്നെ റിട്ടേൺ പോന്നു. അവര് അന്ന് തന്നെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഞങ്ങള് പിറ്റേ ദിവസത്തേക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അവിടെ കറങ്ങിട്ടാണ് പോകുന്നത്. അപ്പൊ കറങ്ങാൻ പോയി. പിറ്റേ ദിവസം ഒരു കാറ് എടുത്തിട്ട് കറങ്ങാൻ പോയിട്ട് റിട്ടേൺ വരുമ്പോഴാണ് ഞങ്ങക്ക് മോൾക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. മെഡലൊക്കെ മേടിച്ചല്ലേ പോയിട്ട്? ഇല്ല, അവിടുന്ന് മെഡൽ മേടിക്കാൻ പറ്റില്ല. അത് ശരി, നേരത്തെ പോകണം. അപ്പൊ അവിടുന്ന് കോള് വന്നു. അപ്പൊ പിന്നെ അവിടുന്ന് എല്ലാവർക്കും വിളിച്ചു പറഞ്ഞു, എല്ലാവർക്കും ഹാപ്പി ആയി. അച്ഛൻ സന്തോഷം പ്രകടിപ്പിച്ചതാണ് തുളസി അമ്മേനൊക്കെ അപ്പ കൈയോടെ വിളിച്ചു പറഞ്ഞിട്ട്. എല്ലാവരും വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞ് ഇവിടെ എത്തിയിട്ടാണ് ഞങ്ങക്ക് മെഡലൊക്കെ കിട്ടിയത്. അത് ശരി. മെഡല് പിന്നെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഷൂസ്, കിറ്റൊക്കെ കിട്ടി. ഒന്നും പറഞ്ഞില്ല. കിറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങക്ക് ഇവിടെ വന്നിട്ട് കിട്ടി. അത് കഴിഞ്ഞ് സ്കൂളില് നല്ലൊരു വരവേൽപ്പുണ്ടായിരുന്നു, എന്തായാലും ഘോഷയാത്ര ഉണ്ടായിരുന്നു. അത് ശരി, പടിഞ്ഞാറക്കോട്ട ഞെട്ടിച്ചൂലേ? ശരി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു മൂമെന്റ്? അതായത് സ്വന്തം മകള് നാഷണൽ ചാമ്പ്യൻ ആയിട്ട് വരികയാണല്ലോ. അതെ, അത് ഞങ്ങക്ക് നല്ല ഒരു സന്തോഷം. ഞങ്ങള് കാണാൻ പോയിട്ട് 2-3 സ്ഥലത്ത് കാണാൻ കൂടി പറ്റിയില്ല. കാർ വിളിച്ചു പോയിട്ട് അതൊക്കെ വേസ്റ്റ് ആയി. കാരണം ഇന്ത്യ ഗേറ്റില് മന്ത്രി വരുന്ന കാരണം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടെ
അവിടെയും കാണാൻ പറ്റില്ല. അത് അങ്ങനെ പോയിട്ട് അപ്പൊ ഇവിടുന്ന് എല്ലാവരും ഒറ്റയടിക്ക് മറ്റേ ഉത്തമിനാർ പോയപ്പോ അവിടെ ബ്ലോക്ക് ആയിട്ട് അവിടെയും കയറാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് റിട്ടേൺ വരുമ്പോഴാണ് ഈ ന്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു മറന്നു. ഓക്കെ, ആ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് അതിൽ മറന്നു. പിന്നെ അതിന്റെ പിന്നിൽ കുറെ എഫേർട്ട് ഉണ്ടായിരിക്കുമല്ലോ അല്ലെ, ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണ്ടേ? കൊണ്ടുപോകണ അത് അത്ര നമ്മളൊരു ടൂർ പോലെ പോയി. ഓക്കെ, അല്ല ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങോട്ട് വിടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പെൺകുട്ടി ആകുമ്പോൾ ആളുകൾ പാരന്റ്സ് കുറച്ചും കൂടി കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞങ്ങള് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടീച്ചറുടെ അടുത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ടീച്ചർ പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഒന്ന് രണ്ട് കാര്യമുണ്ട്. അല്ല അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ പറയാം ടീച്ചർ പോകണില്ലെങ്കിൽ പോകണ്ടെന്നുള്ളൊരു, അതാണ് ഞാൻ നോർമലി കേൾക്കാറ്. അതാണ് ഞാൻ ചോദിച്ചത്, വ്യത്യസ്തമായിട്ടൊരു കേട്ടല്ലോ. അപ്പൊ എന്താ അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം? എന്തായാലും പോവാന്ന് വിചാരിച്ചത്? തുളസി പറഞ്ഞല്ലോ പോവാന്ന് പറഞ്ഞ എന്താണ് സ്റ്റേറ്റ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞപ്പോ എന്തായാലും പോയി നോക്കാം. അതെ, നമുക്കൊരു കോൺഫിഡൻസ് ആയി ശ്രമിച്ചു നോക്കാന്നുള്ളത്. ശരി, അപ്പൊ അങ്ങനെ നമ്മള് നാഷണൽ കഴിഞ്ഞു. ഇന്റർനാഷണൽ ആയപ്പോഴോ സെലക്ഷൻ കിട്ടിയത്? ഇന്റർനാഷണൽ ആയില്ല, പിന്നെ എന്തായാലും പോകുന്നു തീരുമാനിച്ചു, ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, അത് പിന്നെ ഒരു പുതിയൊരു സ്ഥലമാണ്, കാണാത്ത സ്ഥലമാണ്. അപ്പൊ എന്തായാലും പോവാന്ന് വെച്ചു. പോക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഗോരഖ്പൂർ എത്തുന്നവരെ ട്രെയിൻ യാത്ര വലിയ കുഴപ്പമില്ല, ഫുഡിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. അവിടുന്നുള്ള യാത്ര ഞങ്ങൾ ഫുഡ് അടിച്ചിട്ട് ബസ്സിലാണ് കയറിയിരുന്നു. 4 മണിക്ക് ബസ് കയറിയിട്ട് പിറ്റേ ദിവസം 6 മണിക്ക് എത്തുന്നത്. പുലർച്ചെ 4 മണിക്കാണോ വൈകുന്നേരം 4 മണിക്ക് ഫുഡ് അടിച്ചിട്ട് അങ്ങനെ കയറിയിരുന്നതാ. ആ ഇരിപ്പാണ് എല്ലാവർക്കും. അത് ശരി, ഫുഡൊക്കെ ചൂട്ടോടെ പാക്ക് ചെയ്തിട്ടാണോ നമ്മുടെ തീരുമാനങ്ങളൊക്കെ തെറ്റി. അതായത് ഫുഡൊക്കെ നാശമായി. പിന്നെ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്കൊക്കെ വയ്യ. പിന്നെ കൂടെ ഒരു നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അതെ അതെ, ഭയങ്കര കെയർ ആയിരുന്നു. മെഡിസിൻ ഒക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഒരു കുട്ടിയുടെ എന്താണ് പാരന്റ്സ് ഉണ്ടായിരുന്നു, അവർക്ക് മെഡിക്കൽ സ്റ്റോർ ആയിരുന്നു. അവരും കുറെ ഗുളികളും അപ്പൊ പിന്നെ ലോങ് ജേണി ആണല്ലോ, എന്തായാലും അവർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങള് വയ്യായിരുന്നു എന്ന് തുളസി പറഞ്ഞു. അവിടെ പോയിട്ട് എല്ലാവർക്കും, തുളസിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും വയ്യ. വേറെ കുട്ടികളൊക്കെ കിടക്കായിരുന്നു, അവർക്ക് പിന്നെ ഒത്തിരി ഉഷാർ വന്നിട്ടുണ്ടായിരുന്നു. അതെ, കാരണം അത്രയും വയ്യാണ്ടായി കുട്ടികൾ. പിന്നെ അവിടെ എത്തിയത് വയ്യാണ്ടായി. പിന്നെ സൂചിപ്പിച്ചിരുന്നു, അതായത് നമ്മള് ട്രെയിൻ യാത്ര 2-3 ദിവസം എടുക്കുമല്ലോ. അപ്പൊ എന്തായാലും കുട്ടികൾ ടയേർഡ് ആവും. എയർപ്ലെയിനിലൊക്കെ ഫ്ലൈറ്റിൽ പോവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവില്ല. അതാണ് ഞാൻ അടുത്ത് ചോദിക്കാനിരിക്കുന്ന കാര്യങ്ങള്. എന്നിട്ട് ട്രെയിൻ യാത്ര ചൂസ് ചെയ്ത്. പക്ഷെ എന്തോ ഭാഗ്യം, അവിടെ എത്തിയപ്പോ 2 ദിവസം കൂടി അവര് നീട്ടി വെച്ചു കുട്ടികൾക്കൊക്കെ വയ്യാണ്ടായപ്പോ. പിന്നെ എന്തായാലും നല്ലപോലെ പോയി തിരിച്ചെത്തട്ടെ എന്നായിരുന്നു പ്രാർത്ഥന. അപ്പോ ഞാൻ അറിഞ്ഞത് അച്ഛൻ കൂടെ വന്നതും അമ്മ ചേച്ചീനെയും അനിയനെയും നോക്കാൻ ഇവിടെ ഇരുന്നു എന്നതാണ് ഞാൻ അറിഞ്ഞത്. മാനേജ് ചെയ്ത് പോകുന്നുണ്ടല്ലോ കാര്യങ്ങൾ 3 പേരെയും. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ചാമ്പ്യൻ ആയപ്പോഴോ അപ്പൊ എന്തായിരുന്നു? ഭയങ്കര ഡബിൾ സന്തോഷം എന്ന് പറഞ്ഞ മാതിരി. അത് ശരി, നല്ല സന്തോഷം. അപ്പൊ കിട്ടൊന്നും തന്നില്ലേ തുളസിയെ? സ്വീകരണമായിരുന്നു അല്ലേ? വയ്യായിരുന്നു പറഞ്ഞു വന്നിറങ്ങിയപ്പോ തന്നെ. ഇന്റർനാഷണൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അവളുടെ വല്യച്ഛൻ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് സ്വീകരണം ഒരുക്കുന്നത്. അത് ശരി, ഓക്കെ, അതൊക്കെ ഒരു പ്രൗഡ് മൂമെന്റ് ആണല്ലേ, വന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതൊക്കെ. നമ്മള് മുമ്പ് കണ്ടിട്ടല്ലോ മറ്റുള്ളവർ അച്ചീവ് ചെയ്യണതൊക്കെ, സ്വന്തം മക്കളെ അച്ചീവ് ചെയ്യുമ്പോൾ അത് കാണാൻ ഒരു പ്രത്യേക സുഖം തന്നെയാണ് തുളസി. ശരി, അപ്പൊ അതിന്റെ പിന്നിലുള്ള ബാക്കിയുള്ള സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല? ആളെന്നെ എല്ലാം മാനേജ് ചെയ്തു അല്ലേ? പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആളെന്നെ മാനേജ് ചെയ്തു. പിന്നെ നമ്മളെ നിഷിത മിസ് ഇപ്പൊ വർഷങ്ങളായിട്ട് ആൾ തന്നെയാണ് യോഗ ടീച്ചർ. അപ്പൊ ആൾക്കും ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ മോളുടെ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞത്. അത് ശരി, റിസൾട്ട് അറിഞ്ഞപ്പോ ഇവരൊക്കെ പറഞ്ഞു മോൾക്കുണ്ടെന്ന് പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി. അതെല്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോളോ ചെയ്തു. ഫുഡിലൊക്കെ നല്ല മാറ്റം കൺട്രോൾ വരുത്തിയിരുന്നു. പറഞ്ഞ പോലെ ഒരിക്കൽ എന്റെ ട്രെയിനിങ്ങിനും വന്നിരുന്നു, അന്നൊരു ദിവസം ഡയറ്റുണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നു. ശരി, അപ്പോ പിന്നെ പിള്ളേരൊന്നും കാണുന്നില്ലല്ലോ? മൂത്താള് മഹാരാഷ്ട്രയില് അഗ്രികൾച്ചർ ഡിഗ്രി അഗ്രികൾച്ചർ. അനിയൻ
അനിയൻ ട്യൂഷന് പോയിരുന്നു. ട്യൂഷന് പോയേക്കണം. എത്രയിലാണ് പഠിക്കുന്നത്? അവൻ 5th. ഫിഫ്തില്. വിജയ് കൃഷ്ണ അല്ലേ? അപ്പോൾ മോളുടെ പേര് മൂത്താളുടെ ദേവിക. ഓക്കെ ഫൈൻ. അവള് പോയിട്ട് ഇതപ്പോ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസമായിട്ടുള്ള പോയിട്ടില്ല. ശരി. അപ്പോൾ നമുക്ക് ഫിനാൻസ് കുഴപ്പമില്ലാത്ത കാരണം നമ്മൾ മാനേജ് ചെയ്ത് പോയി. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും ഒരു സിറ്റുവേഷൻ അല്ലല്ലോ. അപ്പോൾ നമ്മളൊരു പക്ഷേ ഫിനാൻഷ്യലി ഇത്തിരി ബാക്ക്വേർഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഒരു പുഷ്ടിയുടെ ചോദ്യമാണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ നമ്മള് കൊണ്ടുപോയി എന്നുള്ളത് ഒരു നമ്മുടെ ഇത് ആയിരുന്നു. പക്ഷെ പല കുട്ടികളും പിരിവൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതേപറ്റി നമുക്ക് ചെയ്യേണ്ടി വന്നേനെ. ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള യാത്ര ചെലവ് സാഹചര്യങ്ങൾ. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്തു. ആരാണ് ഇവിടുന്ന് കൊണ്ടുപോകണ ആള്? ഓക്കെ, സുരേഷ് സാറാണ് കോർഡിനേറ്റർ. ഓക്കെ, സുരേഷ് സാറാണ് കോർഡിനേറ്റർ ആയിരുന്നത്. ആളെന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെക്കണ്ട. ഞാൻ ആദ്യം ഡൽഹി പോകുമ്പോ പിന്നെ ഫ്ലൈറ്റിലായിരുന്നു ഞങ്ങൾ തന്നെ ടിക്കറ്റ്. പിന്നെ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇതുപോലെ കഴിവുള്ള കുട്ടികളുടെ മാതാപിതാക്കളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതും കൂടി ഒന്ന് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. യോഗ ചെയ്യണത് ഈ കോമ്പറ്റീഷന് പങ്കെടുക്കാന്ന് മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും മറ്റേ ബുദ്ധിപരമായ കാര്യങ്ങളും കോൺസെൻട്രേഷനും ഒക്കെ നല്ലതാണ്. അപ്പൊ കോമ്പറ്റീഷന് പോയിട്ട് കിട്ടിയില്ല എന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആരോഗ്യം നന്നായിരിക്കും, സാധനങ്ങളൊക്കെ പ്രോത്സാഹിക്കണം. ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ നേരത്തെ തുളസിയോട് പറഞ്ഞുള്ളൂ, പല പാരന്റ്സും ഇപ്പോൾ ഫർദർ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ സപ്പോർട്ട് കുറയുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്, കുട്ടികളുടെ ഈ കഴിവിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നതിനെ കുറിച്ച്? ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സിലബസ് കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ഇട്ടിരുന്നത്. ഇനി മുന്നോട്ട് പോകുന്തോറും കോമ്പറ്റീഷൻ ടഫ് ആവും. അപ്പോ ഇപ്പോ സുഖാണ്, ഇപ്പോഴൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഇത്തിരി സുഖമാണ്. കാരണം അതുണ്ട്, എഫർട്ട് എല്ലാവരും എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയിട്ടുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ കേരള ഗവൺമെന്റ് കഴിഞ്ഞ കൊല്ലം തൊട്ട് തുടങ്ങിയിട്ടുള്ളൂ ഈ കോമ്പറ്റീഷൻ, യോഗ കോമ്പറ്റീഷൻ. അത് ശരി. മറ്റേ നാഷണൽ ഇന്റർനാഷണൽ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ വേറൊരു പേരും കൂടി ഞാൻ കേട്ടു, തുളസി ഒളിമ്പിക്സിനോ അങ്ങനെ എന്തോ തയ്യാറെടുപ്പൊക്കെ ഉണ്ടെന്നുള്ളത്. അതിന്റെ കാര്യം പിന്നെ ഒന്നും പറയുന്നത് കേട്ടില്ല. അത് ഏതായിരുന്നു കോമ്പറ്റീഷൻ? അത് ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അല്ല, അത് സ്ട്രഗിൾസ് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ. അതെ, അത് പറ്റില്ല പറഞ്ഞപ്പോ ഈ കോർഡിനേറ്റർ അതിന് മുന്നിട്ട് അറിയില്ല. കാരണം ആൾക്ക് കുറച്ച് കുട്ടികളെ കൊണ്ടുപോകുന്നത് ആൾക്ക് നഷ്ടമാണ്. ഓക്കെ, ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടണം, നല്ല കുട്ടികൾക്ക് ഈ ഏഷ്യൻ ഗെയിംസിലും ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. കാരണം ഒരുപാട് ചെലവ് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഇനി ബാക്കിയുള്ളവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണല്ലോ. പ്രത്യേകിച്ച് ഗ്യാപ്പ് ഒന്നുമില്ല, പെട്ടെന്ന് ഇപ്പൊ 2 മാസത്തിന്റെ ഉള്ളിലൊക്കെയാണ് പരിപാടി വെക്കുന്നത്. അപ്പൊ കുട്ടികളുടെ ക്ലാസ്സും മുടങ്ങും. നമുക്ക് ഇന്റർനാഷണല് നമുക്ക് കേരളം തമിഴ്നാടും അവരൊക്കെ കോമ്പറ്റീഷൻ നേരം വൈകി. അപ്പോ പിന്നെ 1 മാസം ഗ്യാപ്പ് കിട്ടില്ല ഇന്റർനാഷണൽ. അങ്ങനെ ഉണ്ടായതല്ലേ? അങ്ങനെ ശരി. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് കുട്ടികൾക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കുറവ് കിട്ടി. പ്രാക്ടീസ് ചെയ്യാൻ ടൈം കുറവായിട്ടില്ലേ? ഓക്കെ, പക്ഷെ അത് നന്നായിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടുമല്ലോ സമയം കുറയുമ്പോഴും. നമ്മുടെ ഇവിടുന്ന് പോയ കുട്ടികൾ ഇത്തിരികൂടിയും എന്താണ് അതാണ് ചോദിച്ചത്. ഇപ്പൊ വഴി കോമ്പറ്റീഷൻസ് വരുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് ഒരു തരത്തില് നല്ലതാണ്. പക്ഷെ ഫിനാൻഷ്യലി ഒക്കെ ആയിരിക്കും നമുക്ക് കുറച്ച് സമയം കിട്ടേണ്ടി വരും. പക്ഷെ പലരും അറിയുന്നില്ല. എല്ലാവരും അച്ചീവ്മെന്റ് വരുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ അറിയുന്നത്. പലരും 2 കുട്ടികളൊക്കെ പങ്കെടുപ്പിച്ചായിരുന്നു. അത് ശരി. സത്യം, ഇപ്പൊ പൈസ ഇല്ലാണ്ട് തരത്തില് നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. തുളസി കിട്ടിയില്ല? നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് എന്തൊന്നും സപ്പോർട്ട് ഒന്നും കിട്ടിയില്ല അല്ലെ?
പക്ഷെ നമുക്ക് കോർപ്പറേഷന്റെ വക ഒരു ചെറിയ ട്രോഫി അത് അവര് ഇങ്ങനെ ഈ കൗൺസിലറുടെ ഇതും പിന്നെ അതേമാതിരി വിശ്വകർമ്മ അങ്ങനത്തെ ഓരോരുത്തരും അവരുടെ വഴി സപ്പോർട്ട് കിട്ടിയിരുന്നു. സ്കൂളിന്റെ വകയോ സ്കൂളിൽ ഉണ്ടായിരുന്നു Support കിട്ടിയിരുന്നു. ക്ലാസ് ടീച്ചറുടെ വക അത് ശരിയല്ല, ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണേ ഞാൻ അതിനെപ്പറ്റി ശ്രമിച്ചില്ല, കാരണം ഓക്കെ ഫൈൻ. അപ്പോൾ തൽക്കാലം അത്ര മതി. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. പിള്ളേരെ ഇനിയും പ്രോത്സാഹിപ്പിക്കുക, കഴിവുള്ള കുട്ടികളുണ്ട്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ കോമ്പറ്റീഷൻ ഉണ്ട്. നാളെ ഏതാ കോമ്പറ്റീഷൻ ഉള്ളത്? നാളെ മലപ്പുറത്തേക്ക് പോകണ്ടേ, സ്റ്റേറ്റ്. ഈ വർഷത്തെ സ്റ്റേറ്റിന്റെ അല്ലേ? ഓക്കെ ഓക്കെ. ഒരു വർഷം കഴിഞ്ഞു സ്റ്റേറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് എത്ര നാളായി? 2 മാസം 3 മാസം? ഏപ്രില് മെയ് മാസത്തിലല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ സന്തോഷം. കഴിവുകളൊക്കെ പുറത്തെടുക്കുക, ഒളിപ്പിച്ച് വെക്കാതെ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാം, പാരന്റ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആവാം. താങ്ക് യു. ആളുകൾ ഒരിക്കലും പറഞ്ഞു പറയിപ്പിച്ചതാണ്. സത്യത്തിൽ ഗുണമുണ്ടായോ തുളസിയെ? അതെനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ.